അമേരിക്കയുടെ ഇറാൻ യുദ്ധം ആഗോള എണ്ണ വിപണിയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണക്കടത്ത് പുനരാരംഭിച്ചിരിക്കുകയാണ് UAE. എന്നാൽ ഇതൊട്ടും ലളിതമല്ല. ശത്രുക്കളുടെ കണ്ണുവെട്ടിക്കുവാൻ അതീവ രഹസ്യമായാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. ഇറാൻ്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെ കപ്പലുകളിലെ ലൊക്കേഷൻ ട്രാക്കറുകൾ പൂർണ്ണമായും ഓഫാക്കിയാണ് UAE എണ്ണ കടത്തുന്നത്. ഡാർക്ക് സെയിലിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അപകടകരമായ മാർഗത്തിലൂടെ ഏതാനും ടാങ്കറുകൾ ഇതിനോടകം ഹോർമൂസ് കടലിടുക്ക് കടന്നതായാണ് പുറത്തുവരുന്ന വിവരം. യുദ്ധത്തിന് മുമ്പുള്ള കയറ്റുമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ എങ്കിലും വിപണിയിലെ സ്തംഭനാവസ്ഥ മാറ്റുവാൻ UAEയും ചില പ്രമുഖ ബയേഴ്സും ഈ വലിയ റിസ്ക് എടുക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അതീവ രഹസ്യമായി വൻതോതിൽ എണ്ണ കയറ്റുമതി ചെയ്ത് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ലോകത്തെ ഞെട്ടിച്ചു. 4 കൂറ്റൻ ടാങ്കറുകളിലായി ഏകദേശം 60 ലക്ഷം ബാരൽ എണ്ണയാണ് UAE ഗൾഫ് ടെർമിനലുകളിൽ നിന്ന് പുറത്തെത്തിച്ചത്. ഇതിൽ 40 ലക്ഷം ബാരൽ അപ്പർ സക്ക് ക്രൂഡ് ഓയിലും 20 ലക്ഷം ബാരൽ ദാസ് ക്രൂഡ് ഓയിലുമാണ് ഉൾപ്പെട്ടിരുന്നത്. കപ്പലുകളെ നിരീക്ഷിക്കുന്ന കെപ്ലർ, സിൻമാക്സ് എന്നീ ഏജൻസികളുടെ സാറ്റലൈറ്റ് ഡേറ്റ പരിശോധിച്ചപ്പോഴാണ് ഈ നീക്കം പുറം ലോകം അറിഞ്ഞത്. ഈ എണ്ണ പ്രധാനമായും 3 വഴികളിലൂടെയാണ് വിപണിയിലെത്തിച്ചത്. കടലിൽ വെച്ച് തന്നെ ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റുന്ന ഷിപ്പ് ടു ഷിപ്പ് അഥവാ S2S രീതിയിലൂടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ റിഫൈനറികളിൽ ഇതെത്തിച്ചു. ചില ടാങ്കറുകൾ ഒമാനിലെ സ്റ്റോറേജ് ടാങ്കുകളിൽ എണ്ണയിറക്കി. മറ്റ് ചിലത് നേരിട്ട് ദക്ഷിണ കൊറിയൻ റിഫൈനറികളിലേക്ക് യാത്ര തിരിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിലും എണ്ണ വിപണി സജീവമായി നിലനിർത്തുവാനുള്ള അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഥവാ ADNOCിൻ്റെ നിർണായക നീക്കമായി ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഈ യാത്ര കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ADNOCിൻ്റെ ബരാക്ക എന്ന കാലിയായ ടാങ്കറിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് ഈ അപകടത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഇറാൻ സേനയുടെ കണ്ണിൽപ്പെടാതിരിക്കുവാൻ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ AIS ഓഫ് ചെയ്താണ് കപ്പലുകൾ സഞ്ചരിക്കുന്നത്. കൗതുകകരമായ ഒരു കാര്യമുണ്ട്. US ഉപരോധം മറികടക്കുവാൻ ഇറാൻ സാധാരണയായി ഉപയോഗിക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ UAE അവർക്കെതിരെ പ്രയോഗിക്കുന്നത് എന്നതാണ് ഇതിലെ രസം. ട്രാക്കറുകൾ ഓഫ് ചെയ്യുന്നതിനാൽ കൃത്യമായ കയറ്റുമതി കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും ഏപ്രിലിൽ ഇതിലും വലിയ തോതിൽ എണ്ണ ഒരുപക്ഷെ കടത്തിയിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.